സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഞാൻ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഫേസ് ടു ഫേസ് ആയിട്ട് ഒരു ഫുൾ ലെങ്ത് വീഡിയോ ഇടാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഞാൻ ഇതിനെ പറ്റിയാ പറയാൻ പോകുന്നത് എന്നുള്ള കാര്യം. നമ്മുടെ റൺ ആയിക്കൊണ്ടിരിക്കുന്ന ഗിവ് പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ആക്ച്വലി ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് ആദ്യമായിട്ടാണ്. സോ അതിന്റെ പോരായ്മകളെല്ലാം എൻ്റെ ഈ വീഡിയോക്കകത്ത് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എന്താണ് മിസ്റ്റേക്ക് എന്നുള്ളത് നിങ്ങൾ എനിക്ക് പറഞ്ഞുതരാം. കാരണം ഈ ഒരു ഐ കോണ്ടാക്ട് എങ്ങനെയാണ് വരുന്നത് എനിക്ക് അറിയില്ല. സ്ക്രീനിലാണോ നോക്കേണ്ടത് അതോ ക്യാമറയിലേക്കാണോ നോക്കേണ്ടത് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. സോ ഞാൻ രണ്ടും മിക്സ് ചെയ്തിട്ടായിരിക്കും ചെയ്തത്. അപ്പം ഞാനൊരു ചെറിയ വീഡിയോ എടുത്തിട്ട് അതിന് കണ്ടു നോക്കുമ്പോൾ ഞാൻ സൂപ്പർ എന്നല്ലേ എനിക്ക് തോന്നുള്ളൂ. സോ അതുകൊണ്ടാണ് നിങ്ങളുടെ അഭിപ്രായം ചോദിക്കുന്നത്. ഞാനിപ്പോൾ ക്യാമറയിലേക്കാണ് നോക്കുന്നത്. ക്യാമറയിൽ നോക്കുന്ന വിഷനാണ് കറക്റ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ഓക്കെ, അപ്പം ഞാനൊരു കുറച്ച് സമയം ക്യാമറ നോക്കി സംസാരിക്കും. സോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. എന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് അലീന. നമ്മുടെ ചാനലിൻ്റെ പേര് ലൈഫ് ഹിസ്റ്റ എന്നാണ്. അപ്പം ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു എൻ്റെ ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. മടിയാണ് എന്ന് വെച്ചാൽ അതായത് എല്ലാവരും കളിയാക്കും അങ്ങനെ ഒരു തോന്നലൊക്കെ ആയിരുന്നു. പിന്നെ നമ്മുടെ ഇഷ്ടമാണ് എല്ലാം നമ്മുടെ. കാരണം നമ്മൾ വേറൊരാളുടെ ഇഷ്ടത്തിന് വേണ്ടി ജയിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സമയം കാണത്തുള്ളൂ. സോ ഞാൻ ഞാൻ ഫേസ് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം നമ്മുടെ ചാനലിന്റെ പേര് ലൈഫ് ഹിസ്റ്റ ബൈ അലീന എന്നാണ്. ഞാൻ എൻ്റെ പേരൂടെ എൻ്റെ ചാനലിന്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 7 months എബോ ആയിട്ടേ ഉള്ളൂ. ഒരു കൊച്ചു ചാനലാണ്. 300 സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നു. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ചാനലിനെ കുറിച്ചൊന്ന് പറയാം. നമ്മുടെ ചാനലിൽ സ്കിൻ കെയർ, ഹെയർ കെയർ, അതേപോലെ തന്നെ കുക്കിംഗ് വീഡിയോസ്, ട്രാവൽ വ്ളോഗ്സ്, പിന്നെ ഡെയിലി വ്ളോഗ്സ്, പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യുന്ന റീൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിൻലി പോസ്റ്റ് ചെയ്യുന്നത്. പിന്നെ റെലവെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടന്റ് കണ്ടെങ്കിൽ നമ്മൾ അതിന്റെ റിയാക്ഷൻസ് വീഡിയോസും ചെയ്യാറുണ്ട്. മൂവി റിവ്യൂസ് ചെയ്യാറുണ്ട്. ഞാൻ എപ്പോഴും അങ്ങനെ മൂവി കാണുന്ന ഒരാളല്ല, ബട്ട് ഐ ലൈക്ക് ടു വാച്ച് മൂവീസ്. സോ ഞാൻ കണ്ടിട്ടുള്ള നല്ല സിനിമകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അതിന്റെ റിവ്യൂസ് ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ചാനലിലുള്ള ഒരു ഗീവ് അവയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആക്ച്വലി ചെയ്തത് വലിയൊരു തെറ്റാണ്. നിങ്ങളോട് എനിക്ക് നന്നായിട്ട് അറിയാം. അതിലെനിക്ക് നല്ല റിഗ്രറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അതേ ഗീവ് അവേ നടത്താമെന്ന് വിചാരിച്ചിട്ടുള്ളത്. സോ അതിൻ്റെ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇത്രയാണ്. നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ നമ്മുടെ എല്ലാ ഷോർട്സും വാച്ച് ചെയ്യുക, കമന്റ് ചെയ്യുക, അതേപോലെ തന്നെ നമ്മൾ എല്ലാ ലോങ് വീഡിയോസും വാച്ച് ചെയ്യുക, അതിന് കമന്റ് ചെയ്യുക, നമ്മളെ മെയിൻലി നമ്മളെ സപ്പോർട്ട് ചെയ്യുക. സോ അത് ഞാൻ കമന്റ് പിക്കർ വഴിയായിരിക്കും അതിന്റെ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ മുന്നേ ഉള്ള ഗിവ് അവയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഞാൻ അതിന് ചെറുതായിട്ടൊന്ന് മാറ്റം വരുത്തുവാണ്. നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട്, ലൈഫ് ഹിസ്റ്റ ബൈ അലീന എന്ന് പറഞ്ഞിട്ട്. ആ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ ഈ ലോങ് വീഡിയോയ്ക്ക് ശേഷം ഒരു ഷോർട്സ് ഇടുന്നതായിരിക്കും. ആ ഷോർട്സിന്റെ താഴെയാണ് നിങ്ങൾ ഗിവ് അവേക്ക് വേണ്ടിയിട്ട് കമന്റ്സ് ഇടേണ്ടത്. സോ ആ ഷോർട്സ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ മെൻഷൻ ചെയ്തേക്കാം. പറ്റുമോ ഇല്ലയോ എന്നറിയില്ല, എന്നാലും ഞാൻ മെൻഷൻ ചെയ്തേക്കാം. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലും സെയിം റീൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിന്റെ താഴെയാണ് നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ കമന്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, അതേപോലെ തന്നെ നിങ്ങൾ കുറച്ച് ആക്ടിവിറ്റീസ് ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ എല്ലാ വീഡിയോസും വാച്ച് ചെയ്യുക, എല്ലാ ഷോർട്സും വാച്ച് ചെയ്യുക, അതിനെല്ലാം കമന്റ് ഇടുക. അതെല്ലാം ചെയ്ത് കഴിയുമ്പം ഡണ്ണെന്ന് വന്നിട്ട് കമന്റ് ഇടുക. ഡണ്ണെന്ന് കമന്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് എന്താണോ ഗിഫ്റ്റ് വേണ്ടത് ആ ഒരു ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യുക. ചോക്ലേറ്റ്സ് ആയിരിക്കാം, സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ആയിരിക്കാം, ഹെയർ കെയർ പ്രോഡക്റ്റ്സ് ആയിരിക്കാം. ഈവൻ നിങ്ങൾക്ക് എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ അത് സ്പെസിഫൈ ചെയ്തിട്ട് കമന്റ് ഇടുക. അതായത് എനിക്ക് മമാരത്തിന്റെ ഫേസ് വാഷ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് മമാരത്തിന്റെ ഹെയർ സെറം ആണ് വേണ്ടത്, അല്ലെങ്കിൽ മമാരത്തിന്റെ ഫേസ് സെറം ആണ് വേണ്ടത്. അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം വന്നിട്ട് കമന്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ ഗിഫ്റ്റ് വേണ്ടത് ആ ഗിഫ്റ്റ് ആയിരിക്കും ഞാൻ തരുന്നത്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരാളെയും അതേപോലെ തന്നെ യൂട്യൂബിൽ നിന്ന് ഒരാളെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നുണ്ടായിരിക്കും വിന്നേഴ്സ് ആയിട്ട്. 2 പേരാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. സോ ഞാൻ നേരത്തെ ചെയ്ത തെറ്റിന്റെ ഒരു പ്രായശ്ചിത്തം എന്നാണ് 2 പേർക്കായിരിക്കും ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ ചാനൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ആക്ച്വലി ഈ ഒരു ഗിവ് അവേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വളരെ വലിയ ഗിഫ്റ്റും കാര്യങ്ങളും കമന്റ് ചെയ്യായിരിക്കും. കാരണം ഞാൻ വിന്നർ എന്നുള്ളത് കൊണ്ടും പിന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വരുമാനം കിട്ടുന്നില്ല. പിന്നെ നമ്മളെ ചാനലൊന്ന് റീച്ച് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ മുടക്കുന്നതാണ്. സോ നിങ്ങൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കമന്റ് ചെയ്യാം. ഒരു ബിലോ 500 ആയിട്ടുള്ള പ്രോഡക്ട്സ് നിങ്ങൾ കമന്റ് ചെയ്യുക. സോ നേരത്തെ എനിക്ക് തോന്നുന്നതിന് മുന്നേ ഉള്ളത് 200 രൂപ താഴെയായിരുന്നു. പക്ഷെ നിങ്ങൾ 500 രൂപ താഴെയുള്ള ഇതിന് മുന്നേ ഉള്ളത് 200 രൂപയായിരുന്നെന്ന് തോന്നുന്നു. എന്തായാലും ഇതിന് മുന്നേ ഉള്ളത് 200 രൂപയായിരുന്നു തോന്നുന്നു. സോ നിങ്ങൾക്ക് 500 രൂപയുടെ താഴെ വരുന്ന സാധനങ്ങൾ കമന്റ് ചെയ്യാം.
അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ ലിങ്കും കൂടെ യൂട്യൂബിന്റെ കമന്റിൽ ഇടാം. ഇൻസ്റ്റാഗ്രാമിൽ ഇടണമെന്നില്ല. ഇൻസ്റ്റാഗ്രാമിൽ പ്രോഡക്റ്റ് ഇട്ടിരുന്നാൽ മതി. യൂട്യൂബിന്റെ താഴെ വന്നിട്ട് അതിന്റെ ലിങ്ക് കമന്റ് ചെയ്യാം. ഓക്കെ, ലിങ്ക് ഇല്ലാന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റിന്റെ പേര് ഇട്ടിരുന്നാലും മതി. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ എന്തായാലും നമ്മുടെ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുക. കാരണം കൂടുതൽ ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടെ. നിങ്ങളും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. പിന്നെ ഇതിന് മുന്നേ ഞാൻ മെയിൽ അയക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു. മെയിൽ നിങ്ങൾ അയക്കേണ്ട, വിന്നേഴ്സ് ആയിട്ടുള്ള ആളുകൾ മാത്രം എനിക്ക് മെയിൽ അയച്ചിരുന്നാൽ മതി. സോ അപ്പം എത്രയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളോട്. നിങ്ങൾ ഇതുവരെ എന്നെ നല്ല രീതിക്ക് സ്നേഹിച്ചിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് തുടർന്നുണ്ടാവുക. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഞാൻ വളരെ ഹാപ്പിയാണ്. നിങ്ങൾ എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സപ്പോർട്ട് ചെയ്യാൻ തുടർന്നും പ്രതീക്ഷിക്കുന്നു. സോ അപ്പോൾ ഓക്കെ, ബൈ.